ഹായ് ഹലോ, വളരെ സന്തോഷത്തോടു കൂടിയിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ യൂട്യൂബ് ചാനൽ 10K സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തി നിൽക്കുകയാണ്. സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ഓൾഡ് SCERT സ്റ്റാൻഡേർഡ് 10ലെ 7th ലെസൺ നാളെയുടെ ജനിതകം. ഓക്കെ, അപ്പോൾ ഇത് ചെറിയൊരു ചാപ്റ്ററാണ്, പക്ഷേ PSC ഈ ഒരു ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ ഒരുപാട് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ LP UP സിലബസിൽ ജനിതക ശാസ്ത്രവുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ പഠിക്കേണ്ട ഫസ്റ്റ് ലെസണാണിത്. ഓക്കെ, നാളെയുടെ ജനിതകം. നമുക്ക് നോക്കിയാലോ ഈ ചാപ്റ്ററിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്ന്. ഇവിടെ നോക്കിയേ, ഇന്ന് പ്രമേഹ രോഗ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ഇൻസുലിൻ പ്രധാനമായും ബാക്ടീരിയയിൽ നിന്നാണ് ഉൽപ്പാദിപ്പിക്കുന്നത് എന്നൊരു സെമിനാറിൽ ഒരു ഹെൽത്ത് ഇൻസ്പെക്ടർ പറയുകയാണ് കേട്ടോ. അപ്പോൾ ഒരു കുട്ടി ചിന്തിക്കുകയാണ്, ബാക്ടീരിയ ഉൽപ്പാദിപ്പിക്കുന്ന ഇൻസുലിൻ എങ്ങനെ മനുഷ്യന് ഉപയോഗിക്കാനാകും എന്നാണ് ആ കുട്ടിയുടെ സംശയം. അപ്പോൾ അതിനുള്ള ഉത്തരവാണ് ഈ ഒരു ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത്. നോക്കാം, ഇത് കണ്ടോ, മനുഷ്യകോശം ബാക്ടീരിയയുടെ കോശവും തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ മനുഷ്യകോശത്തിലെ എന്താണ് DNA കാണിച്ചിട്ടുണ്ട് അല്ലേ, അതുപോലെ ബാക്ടീരിയയുടെ DNAയും കാണിച്ചിട്ടുണ്ട്. പിന്നെ വൃത്താകൃതിയിലുള്ള ബാക്ടീരിയയുടെ DNA അല്ലെങ്കിൽ പ്ലാസ്മിഡ് എന്നാണ് അതിന് പറയുന്നത്. ഓക്കെ, വൃത്താകൃതിയിലുള്ള ബാക്ടീരിയയുടെ ആ ഒരു പ്ലാസ്മിഡ് എടുക്കുന്നു. ആ പ്ലാസ്മിഡിനെ അങ്ങ് വേർതിരിച്ചെടുക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്തു, ഇൻസുലിൻ ഉൽപാദന ജീനിനെ മനുഷ്യന്റെ DNAയിൽ നിന്ന് മുറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന ജീനിനെ മനുഷ്യന്റെ DNAയിൽ നിന്ന് മുറിച്ചെടുക്കുന്നു. എന്നിട്ട് ഈ പ്ലാസ്മിഡും അതുപോലെ തന്നെ ഇൻസുലിൻ ഉൽപാദക ജീനും മനുഷ്യനിലെ ഇൻസുലിൻ ഉൽപാദക ജീനും കൂടി കൂട്ടിച്ചേർക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ആയി കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, ഈ ഇൻസുലിൻ ജീൻ കൂട്ടിച്ചേർത്ത പ്ലാസ്മിഡിനെ ബാക്ടീരിയ കോശത്തിലേക്ക് നിക്ഷേപിക്കുന്നു. എന്നിട്ട് വളർച്ചാ മാധ്യമത്തിൽ വയ്ക്കുമ്പോൾ ഈ ഒരു ബാക്ടീരിയ അവിടെ പെരുകി പ്രവർത്തന സജ്ജമല്ലാത്ത ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നു. അവയിൽ നിന്നും പ്രവർത്തന സജ്ജമായിട്ടുള്ള ഇൻസുലിൻ നിർമ്മിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ജനിതക എഞ്ചിനീയറിംഗിലൂടെയുള്ള ഇൻസുലിൻ്റെ ഉൽപ്പാദനത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഈ കുട്ടിയുടെ സംശയത്തിനുള്ള ഉത്തരമാണ് ഇവിടെ വന്നത് കേട്ടോ. മനുഷ്യകോശത്തിൽ നിന്ന് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന ജീനിനെ മുറിച്ചെടുത്തിട്ട് ബാക്ടീരിയയുടെ DNAയിലുള്ള പ്ലാസ്മിഡ് എന്ന സ്ട്രക്ചറിനെ വേർതിരിച്ചെടുത്തിട്ട് രണ്ടും കൂടി ഫ്യൂസ് ചെയ്യുന്നുണ്ട്. ഇൻസുലിൻ ഉൽപാദക ജീനും ആ ഒരു പ്ലാസ്മിഡും കൂടി ഫ്യൂസ് ചെയ്തിട്ട് പ്ലാസ്മിഡിലേക്ക് കൂട്ടിച്ചേർക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. എന്നിട്ടോ ഇൻസുലിൻ ജീൻ കൂട്ടിച്ചേർത്ത പ്ലാസ്മിഡിനെ ബാക്ടീരിയയുടെ കോശങ്ങളിലേക്ക് നിക്ഷേപിക്കുകയും അവിടെ വെച്ചിട്ട് വളർച്ചാ മാധ്യമത്തിൽ വെച്ചിട്ട് ഇത് പെരുകിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പ്രവർത്തന സജ്ജമല്ലാത്ത ഇൻസുലിനാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. എന്നിട്ട് അതിൽ നിന്നും എന്താ ചെയ്യുന്നത്, പ്രവർത്തന സജ്ജമായിട്ടുള്ള ഇൻസുലിൻ നിർമ്മിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് അവിടെ ആവശ്യമില്ല, ആ ഒരു കാര്യങ്ങളൊന്നും നമുക്ക് ആവശ്യമില്ല. അപ്പോൾ ജനിതക എഞ്ചിനീയറിംഗ് മുതലാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഓക്കെ, ജനിതക വസ്തുവിൽ മാറ്റം വരുത്തി അഭിലഷണീയമായ ഗുണങ്ങളുള്ള ജീവികളെ സൃഷ്ടിക്കുന്ന തരത്തിൽ ശാസ്ത്രം വളർന്നിരിക്കുന്നു. സൂക്ഷ്മജീവികളെയും ജൈവ പ്രക്രിയകളെയും മനുഷ്യന്റെ വിവിധ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നതിനെയാണ് ജൈവ സാങ്കേതിക വിദ്യ അല്ലെങ്കിൽ ബയോടെക്നോളജി എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം നമ്മൾ മനുഷ്യന്റെ DNA നിന്നുള്ള കോശവും അതുപോലെ തന്നെ പ്ലാസ്മിഡും ഫ്യൂസ് ചെയ്തിട്ട് പ്രവർത്തന സജ്ജമായിട്ടുള്ള ഇൻസുലിൻ എങ്ങനെ വേർതിരിക്കും എന്ന് പഠിച്ചല്ലോ. ഒരു എക്സാമ്പിളായിട്ട് നമ്മൾ പഠിച്ചതാണ്. ഓക്കെ, ജനിതക എഞ്ചിനീയറിംഗിന് ഒരു എക്സാമ്പിളായിട്ട് നമ്മൾ പറഞ്ഞ കാര്യമാണ് അത്. ഓക്കെ, അപ്പോൾ എന്താണ് ജനിതക എഞ്ചിനീയറിംഗ് എന്നാണ് ഇവിടെ പറയുന്നത്. സൂക്ഷ്മജീവികളെയും ജൈവ പ്രക്രിയകളെയും മനുഷ്യന്റെ വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നതിനെയാണ് ജൈവ സാങ്കേതിക വിദ്യ എന്ന അല്ലെങ്കിൽ ബയോടെക്നോളജി എന്ന ടേമിൽ അറിയപ്പെടുന്നത്. എന്താണ്, സൂക്ഷ്മജീവികളെയും ജൈവ പ്രക്രിയകളെയും മനുഷ്യന്റെ വിവിധ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നതിനെയാണ് ജൈവ സാങ്കേതിക വിദ്യ അല്ലെങ്കിൽ ബയോടെക്നോളജി എന്ന് പറയുന്നത്. BC 4000 മുതൽ ഈസ്റ്റ് എന്ന പൂപ്പൽ വിഭാഗത്തിൽപ്പെട്ട ജീവികളെ റൊട്ടി പോലുള്ള ഭക്ഷ്യവസ്തുക്കൾ നിർമ്മിക്കാൻ ഉപയോഗിച്ചിരുന്നു. പഞ്ചസാരയെ ആൽക്കഹോളാക്കി മാറ്റാൻ പൂപ്പലുകൾക്കും ബാക്ടീരിയകൾക്കുമുള്ള കഴിവിനെ വീഞ്ഞും അപ്പവും കേക്കുമെല്ലാം ഉണ്ടാക്കാൻ പ്രയോജനപ്പെടുത്തിയിരുന്നു. ഇതെല്ലാം ജൈവ സാങ്കേതിക വിദ്യയിലെ പരമ്പരാഗത രീതികളായി കണക്കാക്കാം. ജൈവ സാങ്കേതിക വിദ്യയുടെ ആധുനിക രൂപമാണ് ജനിതക എഞ്ചിനീയറിംഗ്. ജൈവ സാങ്കേതിക വിദ്യയുടെ ആധുനിക രൂപമാണ് ജനിതക എഞ്ചിനീയറിംഗ്. ഓക്കെ, അപ്പോൾ BC 4000 മുതൽ ഈസ്റ്റ്, നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന ഈസ്റ്റിനെ BC 4000 മുതലേ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അല്ലേ. പിന്നെ പഞ്ചസാരയെ ആൽക്കഹോളാക്കി മാറ്റാൻ പൂപ്പലുകൾക്കും ബാക്ടീരിയകൾക്കുമുള്ള കഴിവിനെയാണ് വീഞ്ഞ്, അപ്പം, കേക്ക് എന്നിവയൊക്കെ ഉണ്ടാക്കാൻ പ്രയോജനപ്പെടുത്തിയിരുന്നത്.
ഓക്കെ ആണല്ലോ. ഇനി ഇവിടെ എന്താ പറയുന്നത്? ജീവികളുടെ ജനിതക വസ്തുവിൽ മാറ്റം വരുത്തി മനുഷ്യന് ആവശ്യമുള്ള ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുവാൻ ഇന്ന് കഴിയും. ഇൻസുലിൻ നിർമ്മാണ രീതി പരിചയപ്പെട്ടപ്പോൾ നിങ്ങൾക്കും അക്കാര്യം ബോധ്യമായല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അല്ലെ. അപ്പോൾ ഇത്തരത്തിൽ ജീവികളുടെ ജനിതക ഘടനയിൽ അഭിലഷണീയമായ തരത്തിൽ മാറ്റം വരുത്തി ജീവികളുടെ സ്വഭാവത്തെ നിയന്ത്രിക്കുന്ന സാങ്കേതിക വിദ്യയാണ് ജനിതക എഞ്ചിനീയറിംഗ്. നമ്മൾ ജൈവ സാങ്കേതിക വിദ്യ അല്ലെ ബയോടെക്നോളജി പറഞ്ഞിരുന്നു. എന്താണ്? സൂക്ഷ്മജീവികളെയും ജൈവ പ്രക്രിയകളെയും മനുഷ്യന്റെ വിവിധ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നതിനെ ജൈവ സാങ്കേതിക വിദ്യ അല്ലെങ്കിൽ ബയോടെക്നോളജി എന്ന് പറയുന്നു. ഇനി ജനിതക എഞ്ചിനീയറിംഗ് അല്ലെ ജനറ്റിക് എഞ്ചിനീയറിംഗ് എന്താണ്? ജീവികളുടെ ജനിതക ഘടനയിൽ അഭിലഷണീയമായ തരത്തിൽ മാറ്റം വരുത്തി ജീവികളുടെ സ്വഭാവത്തെ നിയന്ത്രിക്കുന്ന സാങ്കേതിക വിദ്യയാണ് ജനിതക എഞ്ചിനീയറിംഗ്. അതായത് ജീനുകളെ മുറിച്ചെടുക്കാനും കൂട്ടിച്ചേർക്കാനും ഒക്കെ കഴിയും എന്ന കണ്ടെത്തലാണ് ഈ ഒരു ജനറ്റിക് എഞ്ചിനീയറിംഗിന്റെ അടിസ്ഥാനമായിട്ട് നമുക്ക് പറയാവുന്നത്. ഓക്കെ അല്ലേ ഇത്രയും ഭാഗം? ഇനി ഇവിടെ ഒരു ബോക്സിൽ തന്നിരിക്കുന്ന കാര്യങ്ങൾ നോക്കിക്കേ. ജീനുകളെ മുറിച്ചെടുക്കാനും കൂട്ടിച്ചേർക്കാനും എൻസൈമുകളെയാണ് പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഒരു ബോക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഭാഗത്ത് നിന്ന് PSC ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ജീനുകളെ മുറിച്ചു മാറ്റാൻ ഉപയോഗിക്കുന്നത് ഒരു എൻസൈമാണ്. ആ എൻസൈമിൻ്റെ പേരാണ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ്. റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എന്ന എൻസൈമാണ് ജീനുകളെ മുറിച്ചു മാറ്റാനായിട്ട് ഉപയോഗിക്കുന്നത്. അങ്ങനെ മുറിച്ചു മാറ്റാൻ സാധാരണ നമ്മൾ എന്തെങ്കിലും ഒരു സാധനം മുറിച്ചു മാറ്റാൻ ഉപയോഗിക്കുന്നത് എന്താണ്? കത്രികയാണ്. അപ്പോൾ ഇവിടെ ഈ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എന്ന എൻസൈമിനെ ജനിതക കത്രിക എന്നാണ് അറിയപ്പെടുന്നത്. കാരണം ഇത് ഉപയോഗിച്ചിട്ടാണ് ജീനുകളെ മുറിച്ചു മാറ്റുന്നത്. ഓക്കെ, റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എന്ന എൻസൈം യൂസ് ചെയ്തിട്ട് ജീനുകളെ മുറിച്ചു മാറ്റുന്നു. അതുകൊണ്ട് തന്നെ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എന്ന എൻസൈമിനെ ജനിതക കത്രിക അല്ലെങ്കിൽ ജനറ്റിക് സിസേഴ്സ് എന്നാണ് അറിയപ്പെടുന്നത്. ഇനി ഇത് മുറിച്ചെടുത്തു, ഇനി അത് വിളക്കി ചേർക്കണ്ടേ? വിളക്കി ചേർക്കാൻ ഉപയോഗിക്കുന്നത് ഒരു പശയാണ് അല്ലെ. ആ പശയാണ് ജനിതക പശ എന്ന് വിളിക്കുന്ന ലിഗേസ് എന്ന എൻസൈം. അപ്പൊ ലിഗേസ് ആയിക്കോട്ടെ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ആയിക്കോട്ടെ രണ്ടും എൻസൈംസ് ആണ്. ലിഗേസ് എന്ന് പറയുമ്പോൾ കട്ട് ചെയ്തെടുത്ത ഭാഗത്തിനെ കൂട്ടിച്ചേർക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ജനറ്റിക് ഗ്ലൂ ആണ് ലിഗേസ് എന്ന എൻസൈം. അതേസമയം റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എന്ന് പറയുന്നത് എന്താണ്? അതും ഒരു എൻസൈം ആണ്. ജീനുകളെ മുറിച്ചു മാറ്റാൻ വേണ്ടി ഉപയോഗിക്കുന്ന ജനറ്റിക് സിസേഴ്സ് ആണ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എന്ന എൻസൈം. അപ്പോൾ ഈ ഒരു ടേബിള് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കണം. ഓക്കെ, ഇനി അടുത്ത ഭാഗം മനുഷ്യനിലെ ഇൻസുലിൻ ഉൽപാദക ജീനിനെ ബാക്ടീരിയയിലേക്ക് സന്നിവേശിപ്പിക്കാൻ കഴിഞ്ഞത് എങ്ങനെയാണ്? ചാപ്റ്ററിന്റെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മനുഷ്യനിലെ ഇൻസുലിൻ ഉൽപാദക ജീനിനെ ബാക്ടീരിയയിലേക്ക് സന്നിവേശിപ്പിച്ചിട്ടാണ് പ്രവർത്തനരഹിതമായിട്ടുള്ള ഈ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഒരു കോശത്തിലെ ജീനിനെ മറ്റൊരു കോശത്തിലേക്ക് എത്തിക്കുന്നതിന് അനുയോജ്യരായിട്ടുള്ള വാഹകർ വേണം, വെക്ടേഴ്സ് വേണം. അപ്പോൾ ഈ കൂട്ടിച്ചേർത്ത ജീനുകളുള്ള വാഹകർ ലക്ഷ്യകോശത്തിൽ പ്രവേശിക്കുന്നു. സാധാരണയായി ബാക്ടീരിയകളിലെ പ്ലാസ്മിഡാണ് വാഹകരായി ഉപയോഗിക്കുന്നത്. നമ്മൾ ഫസ്റ്റ് ഭാഗം ഈ ചാപ്റ്ററിന്റെ ഫസ്റ്റ് ഭാഗം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ എന്താണ് ഈ ബാക്ടീരിയയിലെ എന്താ ചെയ്തത്? ബാക്ടീരിയയിലെ ഈ റൗണ്ട് ഷേപ്പിലുള്ള വൃത്താകൃതിയിലുള്ള ഈ ഒരു ഭാഗം ഇതിനെ പ്ലാസ്മിഡ് എന്നാണ് പറയുന്നത്. പ്ലാസ്മിഡ് വേർതിരിച്ചെടുക്കുകയാണ് ചെയ്തത്. എന്നിട്ട് ഇൻസുലിൻ ഉൽപാദക ജീനിനെ മനുഷ്യനിലെ ഇൻസുലിൻ ഉൽപാദക ജീനിനെ ഇതുമായിട്ട് ഫ്യൂസ് ചെയ്യുകയാണ് ചെയ്തതെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഇപ്പോൾ പറഞ്ഞ കാര്യം എന്താണ്? സാധാരണയായി ബാക്ടീരിയകളിലെ പ്ലാസ്മിഡിനെയാണ് വാഹകരായിട്ട് ഉപയോഗിക്കുന്നത്. എന്താണ് ഈ വാഹകർ എന്ന് പറയുന്നത്? ഒരു കോശത്തിലെ ജീനിനെ മറ്റൊരു കോശത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് അനുയോജ്യരായിട്ടുള്ള വെക്ടേഴ്സ് അല്ലെ വാഹകർ വേണം. അപ്പോൾ സാധാരണയായിട്ട് ബാക്ടീരിയയിലെ പ്ലാസ്മിഡിനെയാണ് വാഹകരായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുവഴി പുതിയ ജീനുകൾ ലക്ഷ്യകോശത്തിലെ ജനിതക ഘടനയുടെ ഭാഗമായി മാറുന്നു. എഞ്ചിനീയറിംഗിന്റെ സാധ്യതകളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ജൈവ സാങ്കേതിക വിദ്യയുടെ ആധുനിക രൂപമായിട്ടുള്ള ജനിതക എഞ്ചിനീയറിംഗിന്റെ സാധ്യതകൾ എന്തൊക്കെയാണ്? ജനിതക എഞ്ചിനീയറിംഗ് എന്നാൽ എന്തായിരുന്നു? ജീവികളുടെ ജനിതക ഘടനയിൽ അഭിലഷണീയമായിട്ടുള്ള തരത്തിൽ മാറ്റം വരുത്തിക്കൊണ്ട് ജീവികളുടെ സ്വഭാവത്തെ നിയന്ത്രിക്കുന്ന സാങ്കേതിക വിദ്യയാണ് ജനിതക എഞ്ചിനീയറിംഗ്. ഇനി നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ജനിതക എഞ്ചിനീയറിംഗിന്റെ സാധ്യതകളെ കുറിച്ചാണ്. ജീൻ തെറാപ്പി, ജനിതക പരിഷ്കാരം വരുത്തിയ മൃഗങ്ങളും വിളകളും, ഫോറൻസിക് പരിശോധന, ഈ 3 കാര്യങ്ങളാണ് ഇനി നമുക്ക് നോക്കാനായിട്ടുള്ളത്. ആദ്യം തന്നെ ജീൻ തെറാപ്പി. എന്താണ് ജീൻ തെറാപ്പി? നോക്കിക്കേ, ജനിതക രോഗങ്ങളുടെ ചികിത്സയിൽ വലിയ കുതിച്ചുചാട്ടങ്ങൾക്ക് ജനിതക എഞ്ചിനീയറിംഗ് സഹായകമായി. രോഗത്തിന് കാരണമായ ജീനുകളെ മാറ്റി
പകരം പ്രവർത്തനക്ഷമമായ ജീനുകൾ ഉൾപ്പെടുത്തുന്ന ചികിത്സാ രീതിയാണ് ജീൻ തെറാപ്പി അല്ലെങ്കിൽ ജീൻ ചികിത്സ. ഇത് ജനിതക രോഗങ്ങളുടെ നിയന്ത്രണത്തിൽ വലിയ പ്രതീക്ഷകളാണ് നൽകുന്നത്. ജീൻ തെറാപ്പി എന്നത് ഒരു ചികിത്സാ രീതിയാണ്. രോഗത്തിന് കാരണമായിട്ടുള്ള ജീനുകളെ മാറ്റിയിട്ട് പകരം അവിടെ പ്രവർത്തനക്ഷമമായിട്ടുള്ള പുതിയ ജീനുകളെ ഉൾപ്പെടുത്തുന്ന ചികിത്സാ രീതിയാണ് എന്ത് പറയുന്നത്? ജീൻ തെറാപ്പി എന്ന് പറയുന്നത്. ജീൻ തെറാപ്പി. ഓക്കെ അല്ലേ? ജീൻ തെറാപ്പി കിട്ടി. ഇനി മനുഷ്യ ജീനോം പദ്ധതി, ഈ ഭാഗത്ത് എന്താ പറയുന്നത് നോക്കാം. ശാസ്ത്രം ഏറെ പുരോഗമിച്ചിട്ടും ജനിതക രോഗങ്ങൾ നിയന്ത്രണാതീതമാക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഓരോ സവിശേഷതയ്ക്കും അടിസ്ഥാനമായ ജീനുകളും അവയുടെ സ്ഥാനവും കൃത്യമായി കണ്ടെത്താനായില്ല എന്നതായിരുന്നു കാരണം. അപ്പോൾ ഈ പരിമിതികളെല്ലാം മറികടക്കുന്നതിനുള്ള ഇടപെടലാണ് 1990കളിൽ മനുഷ്യ ജീനോം പദ്ധതി എന്ന സംരംഭത്തിന് തുടക്കം കുറിച്ചത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി വിവിധ ലാബുകളിൽ 2003 വരെ നീണ്ടുനിന്ന ഗവേഷണങ്ങളുടെ ഫലമായി മനുഷ്യനിലെ ജനിതക രഹസ്യങ്ങൾ കണ്ടെത്താനായിട്ട് കഴിഞ്ഞു. ഒരു പ്രത്യേക സ്വഭാവത്തിന് കാരണമായ ജീനിന്റെ സ്ഥാനം DNA-യിൽ എവിടെയാണെന്ന് കൃത്യമായി കണ്ടെത്തുന്ന സാങ്കേതിക വിദ്യയാണ് ജീൻ മാപ്പിംഗ്. ഒരു പ്രത്യേക സ്വഭാവത്തിന് കാരണമായിട്ടുള്ള ജീനിന്റെ സ്ഥാനം എവിടെയാണ്, DNA-യിൽ ഏത് ഭാഗത്താണ് ഒരു പ്രത്യേക സ്വഭാവത്തിന് കാരണമായ ജീനിന്റെ സ്ഥാനമെന്ന് മാപ്പ് ചെയ്യുന്ന സാങ്കേതിക വിദ്യയാണ് ജീൻ മാപ്പിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ജീവിയിൽ അടങ്ങിയിട്ടുള്ള മൊത്തം ജനിതക വസ്തുവിനെ അതിൻ്റെ ജീനോം എന്നാണ് വിളിക്കുന്നത്. ഒരു ജീവിയിൽ അടങ്ങിയിട്ടുള്ള മൊത്തം ജനിതക വസ്തുവിനെ അതിൻ്റെ ജീനോം എന്നാണ് വിളിക്കുന്നത്. ജീനോം എന്നാൽ എന്താണ്? ഒരു ജീവിയിൽ അടങ്ങിയിട്ടുള്ള മൊത്തം ജനിതക വസ്തു അറിയപ്പെടുന്നത് ജീനോം എന്നാണ്. മനുഷ്യ ജീനോം പദ്ധതി, ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ് ആരംഭിച്ചത് എന്ന് 1990കളിലാണ് മനുഷ്യ ജീനോം പദ്ധതി ആരംഭിച്ചത്. ഇനി മനുഷ്യ DNA-യിൽ തന്നെ പ്രോട്ടീൻ നിർമ്മാണത്തിന് സഹായിക്കുന്ന ജീനുകൾ ഒഴിച്ച് ഭൂരിഭാഗം ജീനുകളും പ്രവർത്തനക്ഷമമല്ല. ഇവയെ ജങ്ക് ജീനുകൾ എന്നാണ് വിളിക്കുന്നത്. അതായത് മനുഷ്യരിലെ പ്രവർത്തനക്ഷമമല്ലാത്ത ജീനുകളെ എന്തെന്നാണ് അറിയപ്പെടുന്നത്? ജങ്ക് ജീനുകൾ. എന്നാൽ പ്രോട്ടീൻ നിർമ്മാണത്തിന് സഹായിക്കുന്ന ജീനുകൾ ജങ്ക് ജീനുകളാണോ? അല്ല. പ്രോട്ടീൻ നിർമ്മാണത്തിന് സഹായിക്കുന്ന ജീനുകൾ ഒഴിച്ച് അതിനെ മാറ്റി നിർത്തിയിട്ട് ബാക്കിയുള്ള ഭൂരിഭാഗം ജീനുകളും എന്താണ്? പ്രവർത്തനക്ഷമമല്ല. അങ്ങനെയുള്ള ജീനുകളെ, പ്രവർത്തനക്ഷമമല്ലാത്ത ജീനുകളെയാണ് ജങ്ക് ജീനുകൾ എന്ന് പറയുന്നത്. ജങ്ക് ജീനുകൾ. അപ്പോൾ എന്താണ് ജീനോം എന്ന് പറയുന്നത്? ഒരു ജീവിയിൽ അടങ്ങിയിട്ടുള്ള മൊത്തം ജനിതക വസ്തു, ഒരു ജീവിയിൽ അടങ്ങിയിട്ടുള്ള മൊത്തം ജനിതക വസ്തുവാണ് ജീനോം എന്നറിയപ്പെടുന്നത്. അതിൽ പ്രവർത്തനക്ഷമമല്ലാത്ത ജീനുകളെ ജങ്ക് ജീനുകൾ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ജങ്ക് ജീൻ എന്താണെന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. അതുപോലെ ജീൻ മാപ്പിംഗ് എന്താണെന്നും പഠിക്കണം. എന്താണ്? ഒരു പ്രത്യേക സ്വഭാവത്തിന് കാരണമായ ജീനിന്റെ സ്ഥാനം DNA-യിൽ എവിടെയാണ് എന്ന് മാപ്പ് ചെയ്യുന്ന സാങ്കേതിക വിദ്യയാണ് ജീൻ മാപ്പിംഗ്. ഓക്കെ, ഇനിയും ഇവിടെ എന്താ തന്നിരിക്കുന്നത്? മനുഷ്യ ജീനോമിൽ ഏകദേശം 24,000 സജീവ ജീനുകളുണ്ട്. സജീവ ജീനുകൾ മനുഷ്യ ജീനോമിൽ എത്ര സജീവ ജീനുകളാണുള്ളത്? 24,000 സജീവ ജീനുകളുണ്ട്. മനുഷ്യ DNA-യുടെ ഭൂരിഭാഗവും ജങ്ക് ജീനുകളാണ്. മനുഷ്യർ തമ്മിൽ 0.2% മാത്രമാണ് DNA-യിലെ വ്യത്യാസം. മനുഷ്യ ജീനോമിലെ 200ഓളം ജീനുകൾ ബാക്ടീരിയയുടേതിന് സമാനമാണ്. ഈ ഒരു 4 പോയിന്റ് പഠിച്ചു വെക്കുക. ഇത് നമുക്ക് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാൻ കൊള്ളാവുന്ന ഒരു ഭാഗമാണ്. അപ്പോൾ ഹ്യൂമൻ ജീനോമുമായി ബന്ധപ്പെട്ട് നമുക്കൊരു ഒരു സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻ വരാനുള്ള സാധ്യത ഈ ഭാഗത്ത് കാണുന്നുണ്ട്. മനുഷ്യ ജീനോമിൽ ഏകദേശം 24,000 സജീവ ജീനുകളുണ്ട്. മനുഷ്യ DNA-യുടെ ഭൂരിഭാഗവും ജങ്ക് ജീനുകളാണ്. മനുഷ്യർ തമ്മിൽ 0.2% മാത്രമാണ് DNA-യിലെ വ്യത്യാസം. മനുഷ്യ ജീനോമിലെ 200ഓളം ജീനുകൾ ബാക്ടീരിയയുടേതിന് സമാനമായിട്ടുള്ളതാണ്. ഒരു ജീവിയിൽ അടങ്ങിയിട്ടുള്ള മൊത്തം ജനിതക വസ്തുവാണ് ജീനോം എന്ന് പറയുന്നത്. മനുഷ്യരിൽ പ്രവർത്തനക്ഷമമല്ലാത്ത ജീനുകളെയാണ് ജങ്ക് ജീനുകൾ എന്നറിയപ്പെടുന്നത്. മനുഷ്യ DNA-യുടെ ഭൂരിഭാഗവും ജങ്ക് ജീനുകളാണ്. പ്രോട്ടീൻ ഉൽപ്പാദിപ്പിക്കുന്ന ജീനുകൾ ജങ്ക് ജീനുകളാണോ? അല്ല. ഓർത്തു വയ്ക്കുക. ഇനി ജനിതക പരിഷ്കാരം വരുത്തിയ മൃഗങ്ങളും വിളകളും ഒന്ന് നോക്കാം. മനുഷ്യരിൽ രോഗചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന പല പ്രോട്ടീനുകളും ജനിതക എഞ്ചിനീയറിംഗിലൂടെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന പ്രോട്ടീനും അത് ഏത് ടൈപ്പ് രോഗത്തിനാണ് ഉപയോഗിക്കുന്നതെന്നും കൂടി ഒരു ബോക്സ് തന്നിട്ടുണ്ട്. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വയ്ക്കണം.
ആദ്യം ഇന്റർഫെറോണുകൾ എന്ന പ്രോട്ടീന് ഏത് രോഗത്തിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? വൈറൽ രോഗങ്ങൾക്കെതിരെയാണ് ഈ ഇന്റർഫെറോണുകൾ എന്ന പ്രോട്ടീൻ ഉപയോഗിക്കുന്നത്. ഇൻസുലിൻ നമുക്കറിയാം അല്ലേ, പ്രമേഹത്തിനെതിരെ ഉപയോഗിക്കുന്നതാണ് ഇൻസുലിൻ. അതുപോലെ എൻഡോർഫിൻ വേദന. ഇനി സൊമാറ്റോട്രോപ്പിൻ വളർച്ചാ വൈകല്യങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സൊമാറ്റോട്രോപ്പിൻ. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള പ്രോട്ടീനുകളും ഏത് രോഗത്തിനെതിരെയാണ് ഇവ ഉപയോഗിക്കുന്നതെന്നും നമ്മൾ പഠിച്ചു വയ്ക്കണം. ഓക്കെ അല്ലേ? അപ്പോൾ വൈറൽ രോഗങ്ങളുടെ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന പ്രോട്ടീൻ ഏതാണ്? ഇന്റർഫെറോണുകളാണ്. ഇന്റർഫെറോണുകൾ വൈറൽ രോഗങ്ങളുടെ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന പ്രോട്ടീനാണ്. പ്രമേഹ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന പ്രോട്ടീൻ ഇൻസുലിനും വേദനയ്ക്ക് ഉപയോഗിക്കുന്ന പ്രോട്ടീനാണ് എൻഡോർഫിൻ. വളർച്ചാ വൈകല്യങ്ങൾക്കുള്ള ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന പ്രോട്ടീൻ ഏതാണ്? സൊമാറ്റോട്രോപ്പിൻ. ഓക്കെ അല്ലേ? വൈറൽ രോഗങ്ങൾക്കെതിരെ ഇന്റർഫെറോണുകൾ, പ്രമേഹത്തിനെതിരെ ഇൻസുലിൻ, വേദനയ്ക്ക് എൻഡോർഫിൻ, വളർച്ചാ വൈകല്യങ്ങൾക്കെതിരെ സൊമാറ്റോട്രോപ്പിൻ. ഇനി അടുത്തൊരു ഭാഗത്ത് ജനറ്റിക് മോഡിഫിക്കേഷൻ, ജനിതക പരിഷ്കാരത്തെക്കുറിച്ചാണ് പറയുന്നത്. ജൈവ സാങ്കേതിക വിദ്യയിൽ നിന്ന് ജനിതക എഞ്ചിനീയറിംഗ് ഏറെ വളർന്നിരിക്കുന്നു. ജീവികളിൽ കൂടുതൽ കാര്യക്ഷമമായി ജനിതക പരിഷ്കാരം അല്ലെങ്കിൽ ജനറ്റിക് മോഡിഫിക്കേഷൻ വരുത്താനായിട്ട് ഇന്ന് കഴിയുന്നുണ്ട്. ജൈവ സാങ്കേതിക വിദ്യയിൽ നിന്ന് ജനിതക എഞ്ചിനീയറിംഗ് ഏറെ വളർന്നിരിക്കുന്നു. അതുപോലെ ജീവികളിൽ കൂടുതൽ കാര്യക്ഷമമായിട്ട് ജനറ്റിക് മോഡിഫിക്കേഷൻസ് വരുത്താനൊക്കെ ഇന്ന് സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു ജീവിയുടെ ജനിതക ഘടനയിൽ അഭിലഷണീയമായിട്ടുള്ള ഗുണത്തെ പ്രതിനിധീകരിക്കുന്ന ജീനിനെ കടത്തിവിട്ടിട്ടാണ് ഇത് സാധ്യമാക്കുന്നത്. എങ്ങനെയാണ് ജനറ്റിക് മോഡിഫിക്കേഷൻ നടത്തുന്നതെന്നാണ് പറയുന്നത്. ഒരു ജീവിയുടെ ജനിതക ഘടനയിൽ അഭിലഷണീയമായിട്ടുള്ള ഗുണത്തെ പ്രതിനിധീകരിക്കുന്ന ജീനിനെ കടത്തിവിട്ടാണ് ഇത് സാധ്യമാക്കുന്നത്. ഓക്കെ, ഇനി എന്താണ് ഫാം അനിമൽസ്? ആ ഫാമിന്റെ സ്പെല്ലിംഗ് നിങ്ങൾ കണ്ടോ? PHARM, ഫാർമസ്യൂട്ടിക്കൽ അല്ലെ ഫാർമസി എന്നൊക്കെ എഴുതുന്ന സ്പെല്ലിംഗ് ആണ് ഫാം അനിമൽസ്. എന്താണ്? ജനിതക പരിഷ്കാരം മുന്നോട്ട് വയ്ക്കുന്ന ഭാവിയുടെ വാഗ്ദാനങ്ങളിൽ ഒന്നാണ് മരുന്ന് തരും മൃഗങ്ങൾ അല്ലെങ്കിൽ ഫാം അനിമൽസ്. ജനിതക പരിഷ്കാരം മുന്നോട്ട് വയ്ക്കുന്ന ഭാവിയുടെ വാഗ്ദാനങ്ങളിൽ ഒന്നാണ് മരുന്ന് തരും മൃഗങ്ങൾ എന്ന് പറയുന്നത്. ഇനി ഈ മരുന്ന് തരും മൃഗങ്ങളെ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. മനുഷ്യന് ആവശ്യമായിട്ടുള്ള ഇൻസുലിൻ്റെയോ വളർച്ചാ ഹോർമോണുകളുടെയും ജീനുകളെ എടുത്തിട്ട് അതെന്ത് ചെയ്യും? പശു, പന്നി പോലുള്ള ജന്തുക്കളിലേക്ക് സന്നിവേശിപ്പിച്ചിട്ട് അവയെ മരുന്ന് തരും മൃഗങ്ങളാക്കി കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. മനുഷ്യന് ആവശ്യമായിട്ടുള്ള ഇൻസുലിൻ്റെയും വളർച്ചാ ഹോർമോണുകളുടെയും ജീനുകളെ പശു, പന്നി മുതലായ ജന്തുക്കളിലേക്ക് സന്നിവേശിപ്പിച്ചിട്ട് അവയെ മരുന്ന് തരും മൃഗങ്ങളാക്കി മാറ്റുന്നു. ബാക്ടീരിയയെ ഉപയോഗിച്ച് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കാൻ നമ്മൾ കണ്ടു അല്ലേ? പക്ഷെ എന്തുണ്ട്? അതിന് ചില പരിമിതികൾ ഉണ്ടെന്നാണ് പറയുന്നത്. അവയെ വളർത്തുകയും പരിചരിക്കുകയും ചെയ്യുന്നത് പ്രയാസമാണെന്നതാണ് അതിൻ്റെ ഏറ്റവും വലിയ പരിമിതിയായിട്ട് പറയുന്നത്. ഇതിന് പകരം ജനിതക പരിഷ്കാരം വരുത്തിയ മൃഗങ്ങളുടെ രക്തത്തിൽ നിന്നോ പാലിൽ നിന്നോ ഔഷധങ്ങൾ വേർതിരിച്ചെടുക്കാൻ കഴിയുമെന്നതാണ് ഈ രംഗത്തെ ഗവേഷണ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത്. മൃഗങ്ങൾ മാത്രമല്ല സസ്യങ്ങളിലും ജനിതക പരിഷ്കാരം വരുത്തുന്നുണ്ട്. എന്താണ്? കീടങ്ങളെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള BT വഴുതന, സോയാബീനും പരുത്തിയും ചോളവും ഒക്കെ ഇന്ന് സുലഭമാണ്. ജീവികളിൽ ജനിതക പരിഷ്കാരം വരുത്തുമ്പോൾ പരിസ്ഥിതിക്കോ മനുഷ്യനോ പാർശ്വഫലങ്ങൾ ഉണ്ടാകില്ലെന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ഓക്കെ ആണല്ലോ? അപ്പോൾ ജന്തുക്കളുടെ കാര്യം മാത്രമല്ല, പിന്നെന്തുണ്ട്? സസ്യങ്ങളിലും ജനിതക പരിഷ്കാരം വരുത്തുന്നുണ്ട്. അതിന് എക്സാമ്പിളാണ് ബാസിലസ് തുറിഞ്ചിയൻസിസ് വഴുതന അല്ലേ, BT വഴുതന, അതുപോലെ സോയാബീൻ, പരുത്തി, ചോളം. അപ്പോൾ അങ്ങനെ ജനിതക പരിഷ്കാരം വരുത്തിയിട്ടുള്ള ഒരുപാട് ക്രോപ്സ് നമുക്ക് അവൈലബിൾ ആണ്. ജീവികളിൽ ജനിതക പരിഷ്കാരം വരുത്തുമ്പോൾ പരിസ്ഥിതിക്കോ മനുഷ്യനോ ഒന്നും പാർശ്വഫലങ്ങൾ ഉണ്ടാകില്ല എന്ന് ഉറപ്പുവരുത്തിക്കൊണ്ടാണ് അത് ചെയ്യേണ്ടത്. ഇനി ഇവിടെ നമുക്കൊരു ബോക്സ് ഉണ്ട്. എന്താണ്? വെട്ടിത്തിരുത്തുന്ന ജനിതകം. നോക്കാം. വെട്ടിത്തിരുത്തുന്ന ജനിതകം. ഇവിടെയും ഇമ്പോർട്ടൻ്റ് ആയി പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിളോട് കൂടിയിട്ടാണ് തുടങ്ങുന്നത്. എന്താണ് വെട്ടിത്തിരുത്തുന്ന ജനിതകം? ഒരു ഉപന്യാസം തയ്യാറാക്കിയതിന് ശേഷം അത് വെട്ടിത്തിരുത്തി കൂടുതൽ നന്നാക്കുന്നത് പോലെ ജീവികളുടെ ജനിതക ഘടനയിലെ ജീനുകളെ എഡിറ്റ് ചെയ്യാനായിട്ട് ഇന്ന് ജനിതക എഞ്ചിനീയറിങ്ങിന് സാധിക്കും. ജനിതക എഞ്ചിനീയറിങ്ങിൻ്റെ ഏറ്റവും ആധുനികമായ തലമാണ് ജനറ്റിക് എഡിറ്റിംഗ്. അപ്പോൾ ഈ എഡിറ്റിങ്ങിന് വേണ്ടിയിട്ട് ഒരു കത്രികയാണ് യൂസ് ചെയ്യുന്നത്, ജനിതക കത്രിക. അപ്പോൾ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്ന ഏറ്റവും കാര്യക്ഷമമായ ജനിതക കത്രികയാണ്
CRISPR-Cas9. ഓക്കെ, ഇതിൽ Cas9 എന്ന എൻസൈമും ഒരു ഗൈഡഡ് RNAയും ഗൈഡഡ് RNAയുമാണ് അടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഈ CRISPR-Cas9 എന്ന് പറയുന്നത് എന്താണ്? ജനിതക കത്രികയാണ്. ജീൻ എഡിറ്റിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന ജനിതക കത്രികയാണ് CRISPR-Cas9. അതിൽ ഈ Cas9 എന്ന് പറയുന്നത് എന്താണ്? ഒരു എൻസൈമാണ്. അതുപോലെ ഒരു ഗൈഡഡ് RNAയുമാണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത്. ജീൻ എഡിറ്റിങ്ങിൽ ആഗോള വ്യാപകമായി ഗവേഷണങ്ങൾ സജീവമാണ്. ജീൻ എഡിറ്റിംഗ് നടത്തിയ ഇരട്ട കുട്ടികൾ ചൈനയിൽ ജനിച്ചതായി വാർത്ത പുറത്തു വന്നിരുന്നു. HIV-യെ പ്രതിരോധിക്കാനുള്ള ശേഷി ഈ കുട്ടികൾക്ക് ജീൻ എഡിറ്റിംഗിലൂടെ നേടിയതായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടു. ജീൻ തെറാപ്പിയുടെ അനന്ത സാധ്യതകളിലേക്കാണ് ഈ സാങ്കേതിക വിദ്യ വാതിലുകൾ തുറക്കുന്നത്. എന്നാൽ ഇത് ഒട്ടേറെ വിവാദങ്ങൾക്കും തുടക്കം കുറിച്ചിട്ടുണ്ട്. ഇത്തരം പരീക്ഷണങ്ങളുടെ ചൂഷണ സാധ്യതകളും അപകടകരമായ പാർശ്വഫലങ്ങളും സംഭവിക്കാൻ ഇടയുള്ള മൂല്യശോഷണവും കണക്കിലെടുക്കാതെയുള്ള ഗവേഷണങ്ങൾക്ക് എതിരെ ലോകവ്യാപകമായി പ്രതിഷേധം ഇരമ്പുകയാണ്. അപ്പൊ നമുക്ക് ഈ ഭാഗത്ത് പഠിക്കാനുള്ളത് എന്തിനെ കുറിച്ചാണ്? ജീൻ എഡിറ്റിങ്ങിനെ കുറിച്ചാണ്. ജീൻ എഡിറ്റിങ്ങിനെ കുറിച്ച് എന്താണ് പഠിക്കാനുള്ളത്? ജനിതക എഞ്ചിനീയറിംഗിന്റെ ഏറ്റവും ആധുനിക തലമാണ് ജനിതക എഡിറ്റിംഗ് അല്ലെങ്കിൽ ജീൻ എഡിറ്റിംഗ് എന്ന് പറയുന്നത്. ജീൻ എഡിറ്റിംഗിന് വേണ്ടി ഉപയോഗിക്കുന്ന കാര്യക്ഷമമായ ജനിതക കത്രിക ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ജനിതക കത്രികയാണ് CRISPR-Cas9. ഈ Cas9 എന്ന് പറയുന്നത് എന്താണ്? എൻസൈമാണ്. അതുപോലെ ഒരു ഗൈഡഡ് RNAയുമാണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത്. ഇപ്പൊ CRISPR-Cas9 എന്ന ജനിതക കത്രിക എന്ന് പറയുമ്പോൾ Cas9 എന്ന എൻസൈം പ്ലസ് ഒരു gRNA ആണ് ഉള്ളത്. ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ഭാഗം, നമുക്ക് ചോദ്യം പ്രതീക്ഷിക്കാവുന്നതാണ്, വന്നിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ അതുപോലെ എന്താണ്? ജനിതക പരിഷ്കാരങ്ങൾ നടത്തിയിട്ടുള്ള BT വഴുതന, പിന്നെ സോയാബീൻ, പരുത്തി, ചോളം, അതൊക്കെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഫാം ആനിമൽസ് എന്ന് പറയുമ്പോൾ എന്താണ്? മനുഷ്യന് ആവശ്യമായിട്ടുള്ള ഇൻസുലിൻ്റെയും വളർച്ചാ ഹോർമോണുകളുടെയും ജീനുകളെ പശു, പന്നി പോലുള്ള ജന്തുക്കളിലേക്ക് സന്നിവേശിപ്പിച്ചിട്ട് അവയെ മരുന്ന് തരം മൃഗങ്ങളാക്കി മാറ്റുന്നു, അല്ലെങ്കിൽ ഫാം ആനിമൽസ് ആക്കി മാറ്റുന്നു. ഇതൊക്കെ ജനിതക പരിഷ്കാരം മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങളാണ്. ഇനി അടുത്തത് DNA ഫിംഗർ പ്രിന്റിങ്ങിനെ കുറിച്ചാണ്. DNA ഫിംഗർ പ്രിന്റിംഗ്. DNA ഫിംഗർ പ്രിന്റിംഗ് എന്ന് പറയുമ്പോൾ നോക്കാം. DNA ഫിംഗർ പ്രിന്റിംഗ് ഓക്കെ, ന്യൂക്ലിയോടൈഡുകളുടെ ക്രമീകരണം പരിശോധിക്കുന്ന സാങ്കേതിക വിദ്യയാണ് DNA പ്രൊഫൈലിംഗ്. DNA പ്രൊഫൈലിങ്ങിനെ കുറിച്ചാണ് ഏറ്റവും ആദ്യം പറയുന്നത്. എന്താണ് DNA പ്രൊഫൈലിംഗ്? ന്യൂക്ലിയോടൈഡുകളുടെ ക്രമീകരണം പരിശോധിക്കുന്ന സാങ്കേതിക വിദ്യയാണ് DNA പ്രൊഫൈലിംഗ് അല്ലെങ്കിൽ DNA ഫിംഗർ പ്രിന്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ 1984 അലക് ജഫ്രി എന്ന ശാസ്ത്രജ്ഞൻ നടത്തിയ ചില പരീക്ഷണങ്ങളാണ് DNA പരിശോധന എന്ന സാധ്യതയിലേക്ക് വഴിതെളിച്ചത്. ഓരോ വ്യക്തിയിലെയും വിരലടയാളം വ്യത്യസ്തമായിരിക്കുന്നത് പോലെ DNAയിലെ ന്യൂക്ലിയോടൈഡുകളുടെ ക്രമീകരണവും ഓരോ വ്യക്തിയിലും വ്യത്യസ്തമായിരിക്കും. ഈ കണ്ടെത്തലാണ് DNA പരിശോധനയ്ക്ക് അടിസ്ഥാനമായത്. അതിനാൽ ഈ സാങ്കേതിക വിദ്യയെ DNA ഫിംഗർ പ്രിന്റിംഗ് എന്നും വിളിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ്? DNA പ്രൊഫൈലിങ്ങിനെ തന്നെയാണ് DNA ഫിംഗർ പ്രിന്റിംഗ് എന്നും വിളിക്കുന്നത്. ന്യൂക്ലിയോടൈഡുകളുടെ ക്രമീകരണം പരിശോധിക്കുന്ന സാങ്കേതിക വിദ്യയാണ് DNA പ്രൊഫൈലിംഗ് എന്ന് പറയുന്നത്. എന്താണ്? ന്യൂക്ലിയോടൈഡുകളുടെ ക്രമീകരണം പരിശോധിക്കുന്ന സാങ്കേതിക വിദ്യയാണ് DNA പ്രൊഫൈലിംഗ്. അപ്പോൾ ഓരോ വ്യക്തിയിലും നമ്മുടെ വിരലടയാളം വ്യത്യസ്തമാണ് അല്ലേ? നമ്മുടെ ഓരോരുത്തരുടെയും വിരലടയാളം വ്യത്യസ്തമാണ്. അതുപോലെ തന്നെയാണ് ഈ DNAയിലെ ന്യൂക്ലിയോടൈഡുകളുടെ ക്രമീകരണം വ്യത്യസ്തമായിരിക്കും. അപ്പൊ അതാണ് ഈ DNA പരിശോധനയുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു കാര്യം കൊണ്ട് തന്നെയാണ് ഈ DNA പ്രൊഫൈലിങ്ങിനെ DNA ഫിംഗർ പ്രിന്റിംഗ് എന്നും വിളിക്കുന്നത്. അപ്പോൾ DNA പ്രൊഫൈലിങ്ങിലേക്ക് വഴിതെളിച്ച എക്സ്പെരിമെന്റ്സ് നടത്തിയ വ്യക്തിയാണ് ആര്? 1984 അലക് ജഫ്രിയാണ് ഇതിന് ആധാരമായിട്ടുള്ള കുറേ പരീക്ഷണങ്ങളൊക്കെ ചെയ്തത്. ന്യൂക്ലിയോടൈഡുകളുടെ ക്രമീകരണത്തിൽ ഏറ്റവും സമാനത അടുത്ത ബന്ധുക്കൾ തമ്മിലായിരിക്കും. ന്യൂക്ലിയോടൈഡുകളുടെ ക്രമീകരണത്തിൽ ഏറ്റവും സമാനത കാണിക്കുന്നത് അടുത്ത ബന്ധുക്കൾ തമ്മിലായിരിക്കും. അതിനാൽ കുടുംബ പാരമ്പര്യം കണ്ടെത്താനും മാതൃത്വ പിതൃത്വ തർക്കങ്ങളിൽ യഥാർത്ഥ മാതാപിതാക്കളെ തിരിച്ചറിയാനും പ്രകൃതിക്ഷോഭം, യുദ്ധം തുടങ്ങിയ കാരണങ്ങളാൽ നഷ്ടപ്പെട്ടവരെ വർഷങ്ങൾക്ക് ശേഷം കണ്ടെത്താനും തിരിച്ചറിയാനും DNA പ്രൊഫൈലിംഗ് സഹായകമാകുന്നുണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇത്, ചോദിച്ചിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ എന്താണ്? ന്യൂക്ലിയോടൈഡുകളുടെ ക്രമീകരണം വ്യത്യസ്തമാണ് എന്നുള്ളതാണ് DNA പ്രൊഫൈലിംഗ് അല്ലെങ്കിൽ DNA ഫിംഗർ പ്രിന്റിങ്ങിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ടത്. അപ്പോൾ ഈ ന്യൂക്ലിയോടൈഡുകളുടെ ക്രമീകരണത്തിനെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് പരിശോധനകൾ നടത്തിയിട്ട്
എന്ത് ചെയ്യുന്നത്, കുടുംബ പാരമ്പര്യവും മാതൃത്വ പിതൃത്വ തർക്കങ്ങളിൽ യഥാർത്ഥ മാതാപിതാക്കളെ കണ്ടെത്തുന്നതും പ്രകൃതിക്ഷോഭം, യുദ്ധം തുടങ്ങിയ കാരണങ്ങളാൽ നഷ്ടപ്പെട്ടവരെ വർഷങ്ങൾക്ക് ശേഷം കണ്ടെത്തുന്നതും തിരിച്ചറിയുന്നതും ഒക്കെ ഈ DNA പ്രൊഫൈലിങ്ങിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ്. അതുകൂടാതെ നമ്മൾ ഫിലിമിലൊക്കെ കണ്ടിട്ടുണ്ട് അല്ലേ, കൊലപാതകം, മോഷണം തുടങ്ങിയ കുറ്റകൃത്യങ്ങൾ നടന്ന സ്ഥലത്ത് നിന്ന് ലഭിക്കുന്ന ത്വക്കിൻ്റെ ഭാഗം, മുടി, നഖം, രക്തം, മറ്റ് ശരീരദ്രവങ്ങൾ എന്നിവയിലെ DNA സംശയിക്കപ്പെടുന്നവരുടെ DNAയുമായി താരതമ്യം ചെയ്യുന്നു. അങ്ങനെ സംശയിക്കപ്പെടുന്നയാൾ യഥാർത്ഥ കുറ്റവാളിയാണോ എന്ന് തിരിച്ചറിയാനായിട്ടും ഇതുവഴി സാധിക്കുന്നു. അപ്പോൾ ഓക്കെ ആണല്ലോ. DNA പ്രൊഫൈലിംഗ് അല്ലെ DNA ഫിംഗർ പ്രിൻറ്റിംഗ് എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് മനസ്സിൽ വരേണ്ട ഒറ്റ വേർഡാണ് ന്യൂക്ലിയോടൈഡുകളുടെ ക്രമീകരണം. ന്യൂക്ലിയോടൈഡുകളുടെ ക്രമീകരണം പരിശോധിക്കുന്ന സാങ്കേതിക വിദ്യയാണ് DNA പ്രൊഫൈലിംഗ്. 1984 അലക് ജെഫ്രിയാണ് ഈ DNA പരിശോധന എന്ന സാധ്യതയിലേക്ക് വഴിതെളിക്കുന്ന പരീക്ഷണങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ, DNA പ്രൊഫൈലിങ്ങിനെ തന്നെ DNA ഫിംഗർ പ്രിൻറ്റിംഗ് എന്ന് പറയുന്നു. പിന്നെ അതിൻ്റെ സാധ്യതകൾ എന്തൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു, അതും കൂടി ഒന്ന് ഓർത്ത് വെച്ചേക്കണം ഈ ഒരു ഭാഗത്ത്. ഇനി നമുക്ക് അടുത്തൊരു ഭാഗത്തേക്ക് വരാം. ഇവിടെ എന്താണ് തദ്ദേശീയ ഇനങ്ങൾക്ക് ഭീഷണി. അപ്പോൾ ജനിതക മാറ്റം വരുത്തിയ വിള തദ്ദേശീയ ഇനങ്ങൾക്ക് ഭീഷണി ഉയർത്തുമെന്നും മനുഷ്യരിൽ ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചേക്കുമെന്നും വിമർശനം ഉയരുന്നു. ഇതൊക്കെ പേപ്പർ കട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ളതാണ്. ജനിതക മാറ്റം അവകാശ ലംഘനം. ജനിതക മാറ്റം ജീവികളുടെ സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റമാണെന്നും ഇത് അവകാശ ലംഘനമാണെന്നും ചില സംഘടനകൾ വാദിക്കുന്നു. പിന്നെ ഇവിടെ നോക്കിയേ, ജനിതക മാറ്റം വരുത്തി സൃഷ്ടിക്കുന്ന മാരക രോഗാണുക്കളെയും ജൈവ സാങ്കേതിക വിദ്യയിലൂടെ പെരുപ്പിച്ചെടുക്കുന്ന രോഗാണുക്കളെയും ശത്രുക്കളുടെ മേൽ പ്രയോഗിക്കുന്ന യുദ്ധരീതിയാണ് ജൈവ യുദ്ധം. ഇത് മനുഷ്യവംശത്തിൻ്റെ നിലനിൽപ്പിന് ഭീഷണിയാവുകയാണ്. കണ്ടല്ലോ, അപ്പോൾ ജൈവ യുദ്ധം എന്താണെന്നുള്ളതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണം. ജനിതക മാറ്റം വരുത്തി സൃഷ്ടിക്കുന്ന മാരക രോഗാണുക്കൾ, അതുപോലെ ജൈവ സാങ്കേതിക വിദ്യയിലൂടെ പെരുപ്പിച്ചെടുക്കുന്ന രോഗാണുക്കൾ, അവയൊക്കെ ശത്രുക്കളുടെ മേൽ വർഷിക്കുക. ആ യുദ്ധരീതിയാണ് എന്ത് പറയുന്നത്, ജൈവ യുദ്ധമെന്ന് പറയുന്നത്. ഓക്കെ അല്ലേ. അപ്പോൾ അത്രയും കാര്യങ്ങളേ ഉള്ളൂ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനായിട്ട്. ഓക്കെ, ചെറിയൊരു ചാപ്റ്ററാണ് എങ്കിലും ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ഒന്നുകൂടി ഈ ചാപ്റ്ററിലെ കാര്യങ്ങളൊക്കെ ഒന്ന് ഓടിച്ചിട്ട് നോക്കാം. എന്തായിരുന്നു നമ്മൾ ഏറ്റവും ആദ്യം പറഞ്ഞത്, ബയോടെക്നോളജിയെക്കുറിച്ചാണ് അല്ലേ. ബയോടെക്നോളജി എന്താന്ന് പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ ജനിതക എഞ്ചിനീയറിങ്ങിനെ പറഞ്ഞു. പിന്നെ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എന്ന് പറയുന്നത് എന്തായിരുന്നു, ഒരു എൻസൈമാണ്. ജീനുകളെ മുറിച്ചു മാറ്റാൻ ഉപയോഗിക്കുന്ന എൻസൈമാണ്. അതുകൊണ്ട് തന്നെ ജനറ്റിക് സിസേഴ്സ് എന്നറിയപ്പെടുന്നു. പിന്നെന്താണ്, ലിഗേസ് എന്ന് പറയുന്ന ജനിതക പശ, ജീനുകളെ വിളക്കി ചേർക്കാൻ ഉപയോഗിക്കുന്ന എൻസൈമാണെന്ന് പറഞ്ഞു. പിന്നെ ബാക്ടീരിയയിലെ പ്ലാസ്മിഡിനെയാണ് വെക്ടേഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ജീൻ തെറാപ്പി എന്താണ്, ജീൻ മാപ്പിംഗ് എന്താന്ന് പറഞ്ഞു. ജീൻ തെറാപ്പി എന്ന് പറയുമ്പോൾ ചികിത്സാ രീതിയാണ്. രോഗത്തിന് കാരണമായിട്ടുള്ള ജീനുകളെ മാറ്റിയിട്ട് പകരം പ്രവർത്തനക്ഷമമായ ജീനുകൾ ഉൾപ്പെടുത്തുന്ന ചികിത്സാ രീതിയാണ് ജീൻ തെറാപ്പി. ജീൻ മാപ്പിംഗ് എന്ന് പറയുമ്പോഴോ എന്താണ്, ഒരു പ്രത്യേക സ്വഭാവത്തിന് കാരണമായിട്ടുള്ള ജീനിൻ്റെ സ്ഥാനം മാപ്പ് ചെയ്യാണ് അല്ലേ. പിന്നെ നമ്മൾ ഹ്യൂമൻ ജീനോം പ്രോജക്റ്റിനെ കുറിച്ചാണ് പറഞ്ഞത്. 1990കളിലാണ് ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ് വന്നിട്ടുള്ളതെന്ന് പറഞ്ഞു. ജീനോം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, ഒരു ജീവിയിൽ അടങ്ങിയ മൊത്തം ജനിതക വസ്തുവാണ്. പിന്നെ ജങ്ക് ജീനുകളെ കുറിച്ച് പറഞ്ഞില്ലേ, പ്രവർത്തനക്ഷമമല്ലാത്ത ജീനുകൾ അല്ലേ, ജങ്ക് ജീനുകൾ. എന്നാൽ പ്രോട്ടീൻ ഉൽപ്പാദിപ്പിക്കുന്ന ജീനുകളോ, അത് ആക്റ്റീവായിട്ടുള്ള ജീനുകളാണ്. അപ്പോൾ മനുഷ്യ ജീനോമിൽ ഏകദേശം 24,000 സജീവ ജീനുകളാണുള്ളത്. അതുപോലെ തന്നെ അതിൽ ഭൂരിഭാഗവും എന്താണ്, മനുഷ്യ DNA ഭൂരിഭാഗവും ജങ്ക് ജീനുകളാണ്. മനുഷ്യർ തമ്മിൽ 0.2% മാത്രമാണ് DNA വ്യത്യാസം. മനുഷ്യ ജീനോമിൽ 200ഓളം ജീനുകൾ ബാക്ടീരിയയുടെ ജീനുകൾക്ക് സമാനമാണെന്നൊക്കെ നമ്മൾ പറഞ്ഞു. കൂടാതെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി പറഞ്ഞ മറ്റൊരു കാര്യമായിരുന്നു ക്രിസ്പർ കാസ്9നെ കുറിച്ച്. അതെന്താണ്, അതും ഒരു ജനിതക കത്രികയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്, ജനിതക എഡിറ്റിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ജനിതക കത്രികയാണ് ക്രിസ്പർ കാസ്9. ഇതിൽ കാസ്9 ഒരു എൻസൈമാണ്. പിന്നെ ഒരു ഗൈഡഡ് RNA ആണുള്ളതെന്ന് പറഞ്ഞു അല്ലേ. പിന്നെ DNA ഫിംഗർ പ്രിൻറ്റിംഗ് കൊണ്ടുവന്നത് ആരാണ്, അത് അലക് ജെഫ്രിയാണ്. അലക് ജെഫ്രി, വർഷം 1984. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഭാഗത്ത് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞത്. ഈ ചാപ്റ്റർ കൂടി ഇവിടെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടാതെ ഷെയർ ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സ് സർക്കിളിലേക്ക് കൂടി എത്തിക്കുക. നമ്മുടെ ടെലഗ്രാം ചാനലിലേക്ക് കൂടി ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. അവിടെ നമ്മൾ റിവിഷൻ പ്ലാനുകളും വീക്ക്ലി എക്സാംസും ഒക്കെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുമല്ലോ. താങ്ക് യു ഓൾ. ഹാവ് എ നൈസ് ഡേ.